കടുവാ ഭീതി ഒഴിയാതെ ഇടുക്കി പീരുമേട് പരുന്തുംപാറയിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുന്നിൽ കടുവ ചാടിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യവും പതിവാണ്. പീരുമേട് പരുന്തുംപാറയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായതോടെ പ്രദേശവാസികളും ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികളുമടക്കം ഭീതിയിലാണ്. നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖല കൂടിയാണ് ഇവിടം. രാത്രിയിലും പകലുമായി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഇതുവഴി യാത്ര ചെയ്യുന്നു. ഇവരെല്ലാം കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടത്. കുറച്ചു നാളുകളായി മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം പതിവാണ്. ഏറെക്കാലമായിട്ട് ഇവിടെ ഈ കടുവയുടെ ശല്യവും മറ്റു വന്യജീവികളുടെ ശല്യവും ഇവിടെ ഏറെക്കാലമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുക്കണമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പാറയിൽ നിന്നാണ് ഇത് ചാടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ആ വഴി പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയേക്കുന്നത്. അതും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയേക്കുന്നത്. അത് വിജനമായ പ്രദേശമല്ല. പെട്ടെന്ന് തിരിച്ചു കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാഗമൺ, ഇടുക്കി പ്രദേശങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും പരുന്തുംപാറയിലെത്തുന്നുണ്ട്. കൂടുതൽ മകരവിളക്ക് ദർശിക്കാൻ നിരവധി ഭക്തർ എത്തുന്നതും ഇവിടെയാണ്. ഈ മേഖലയിൽ വളർത്തുമൃഗങ്ങളെ അടക്കം മുൻപ് കടുവ പിടികൂടിയിട്ടുണ്ട്. കാട്ടാനയുടെ ശല്യവും പതിവാണ്. 6 മാസം മുൻപ് ഇവിടെ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ കടുവ ഇവിടെ എത്തിയതായി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കടന്നു വരുന്ന വിനോദസഞ്ചാരികളുടെ ജീവനും സ്വത്തിനും വേണ്ട നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. ഈ കടുവയെ ഉൾക്കാട്ടിലേക്ക് തുരത്തിവിടാനോ അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കാനോ വേണ്ട നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന പരാതി ശക്തമാണ്. RRT സംഘം ഉൾപ്പെടെയുണ്ടെങ്കിലും ഇതൊന്നും വേണ്ടവിധം പ്രയോജനപ്പെടുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പരുന്തുംപാറയിലെ സമീപ പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ മുൻപ് വനവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.